കാരുണ്യത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു വ്യക്തി തന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയായിരിക്കും? സ്വന്തം മകളെ ആയിരിക്കും എന്നതാണ് നേര്. അപ്പോൾ മകൾക്ക് നേരിടുന്ന ചെറിയ വേദനകൾ പോലും അച്ഛനമ്മമാരെ എത്ര വേദനിപ്പിക്കും. ഈ വേദന അതിക്രൂരമായി അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് തിരുവനന്തപുരം ചാലയിൽ കരിമഠം കോളനിയിൽ താമസിക്കുന്ന ഈ ദമ്പതികൾ. ആദ്യം ഒരു പെൺകുട്ടിയും താഴെ ഒരു ആൺകുട്ടിയും എന്ന നിലയിൽ 2 മക്കൾ ഇവർക്കുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ സന്തോഷവും സൗഭാഗ്യവുമായി തീരേണ്ട മക്കൾ ഇവർക്ക് ഓരോ ഞൊടിയിലും കണ്ണുനീരിന്റെയും ഗദ്ഗതങ്ങളുടെയും കയ്പുനീരാണ് നൽകുന്നത്. ഇവരുടെ മൂത്ത കുട്ടിക്ക് ഇപ്പോൾ 5.5 വയസ്സ് പ്രായമുണ്ട്. ജനിച്ച് 6-ാം മാസം മുതൽ ഈ കുട്ടി കടുത്ത ജന്യരോഗത്താൽ വലയുകയാണ്. മൂത്ത കൊച്ചിന് ജന്നി വരുമ്പോൾ എപ്പോഴും പനിയൊക്കെ വരുമ്പോൾ ജന്നി വരുന്നതാണ്. പിന്നെ 2ാമത്തെ കൊച്ചിന് ഇതേപോലെ ഇപ്പോൾ ബ്ലഡ് ക്യാൻസർ ആയതുകൊണ്ട് ഒരു ആഹാരം പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ. ഞാനിപ്പോൾ കൊത്തപ്പണി ചെയ്തിട്ടാണ് ഇപ്പോൾ കഴിയുന്നത്. ഞാൻ പണിക്ക് പോയില്ലെങ്കിൽ പിന്നെ മറ്റൊരാൾ സഹായിക്കാനില്ല. ഇപ്പോൾ പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എനിക്ക് 2 മക്കളാണ് എനിക്കുള്ളത്. എനിക്ക് മൂത്ത മോക്ക് പനി വരുമ്പോൾ ജന്നി വരും. അവൾക്ക് പ്രസവിച്ച് 8-ാം മാസം തൊട്ടാണ് ഈ ജന്നി എന്ന് പറഞ്ഞ അസുഖം കണ്ടുപിടിച്ചത്. അവൾക്ക് ഇപ്പോഴും വരെ ചികിത്സയിലാണ്. SCT ചികിത്സ ചെയ്യണം. അവൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനും പോലും ഒരു നിവൃത്തിയില്ല. ഇളയ ആൺകുട്ടിക്ക് 3.5 വയസ്സ് പ്രായം. 2.5 മാസം മുമ്പ് വിട്ടുമാറാത്ത പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഈ പിഞ്ചു കുഞ്ഞിന് മാരകമായ ബ്ലഡ് ക്യാൻസർ രോഗമാണെന്ന് ഇവർ അറിയുന്നത്. കൊത്തപ്പണിക്കാരനായ ഗൃഹനാഥന്റെ ഏക വരുമാനം കൊണ്ട് കഷ്ടിച്ച് ജീവിതം തള്ളി നീക്കുന്ന കുടുംബം. ബ്ലഡ് ക്യാൻസർ ബാധിച്ച ഈ കുഞ്ഞിന്റെ ഒരു നേരത്തെ ഇഞ്ചക്ഷന് മാത്രം 6000 രൂപ ചെലവ് വരും. ഇങ്ങനെ പലതവണ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു. 2 കുട്ടികളും രോഗബാധിതരായതിനാൽ കൃത്യമായി ജോലിക്ക് പോകാനാവാത്ത കടുത്ത പ്രതിസന്ധിയിലാണ് ഈ സഹോദരൻ. ഇപ്പോൾ എൻ്റെ 3.5 വയസ്സായ കൊച്ചിന് മോന് ബ്ലഡ് ക്യാൻസർ. എനിക്ക് ആ മോൻ എന്തൊരു പറഞ്ഞാലും എനിക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള നിവർത്തി എനിക്കില്ല. പിന്നെ എൻ്റെ ഭർത്താവ് കൂലി വേലയാണ്. ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ ഇവിടെ വീട് കഴിയാൻ പറ്റില്ല. ഇപ്പം ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. പിള്ളേരെ കൊണ്ടുവന്ന് ആശുപത്രിയിലൊക്കെ പോകണമുണ്ട്. ഒരു നിവർത്തിയില്ല.
ഞാൻ ഈ വാർഡില് പൊതുപ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ കരിമടം കോളനിയിൽ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പൊതുപ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ വീട്ടില് ഈ കൊച്ചിന് ബ്ലഡ് ക്യാൻസർ ആണ്. RCC മെഡിക്കൽ കോളേജിലായിരുന്നു ആദ്യം കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടെ ICU 2 ആഴ്ചയായിട്ടിരുന്നു. കുറെ കാശെല്ലാം അവർക്ക് ചെലവായി. ദേഹത്ത് ഈ കൊച്ചിന്റെ അമ്മയുടെ ദേഹത്ത് കുറച്ച് ഉരുപ്പടിയൊക്കെ ഉണ്ടായിരുന്നു, അത് മൊത്തം ഇല്ലാതായി. പണയം വയ്ക്കുകയും വിൽക്കുകയൊക്കെ ചെയ്ത് ചികിത്സ നടത്തി. ഇപ്പൊ RCC ബ്ലഡ് ക്യാൻസർ നമ്മുടെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അവർ പറഞ്ഞിട്ടുള്ളത് 5 കൊല്ലം ഈ കൊച്ചിനെ ചികിത്സിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവരുടെ കയ്യിലാണെങ്കിൽ 1 രൂപ പോലും ഈ കൊച്ചിന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി കൊടുക്കാൻ പോലും യാതൊരു വിധ നിവർത്തിയില്ല. ഞങ്ങൾക്ക് തന്നെ ഭയങ്കര വിഷമമാണ്. എന്നുവെച്ചാല് ഈ കുട്ടി വിശന്ന് കഴിഞ്ഞ സമയത്ത് ഈ അമ്മ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് ഈ പുറത്തുള്ള സ്ഥലങ്ങളിൽ ചെന്ന് എന്റെ പിള്ളേക്ക് വിശന്ന് പോയി എന്തെങ്കിലും കുറച്ച് ആഹാരം തരണം, കൊച്ചു വിശക്കുകയാണെന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയാം. അതൊരു ഭയങ്കര ഒരു അവസ്ഥ തന്നെയായിരുന്നു. മക്കളുടെ ചികിത്സയ്ക്കായി ഈ സഹോദരിയുടെ കെട്ടുതാലി വരെ വിറ്റുകഴിഞ്ഞു. ഇതുവരെ 1.25 ലക്ഷം രൂപയോളം ചെലവായിട്ടുണ്ട്. നിത്യവൃത്തിക്ക് കഷ്ടപ്പെടുന്ന ഇവർക്ക് എങ്ങനെ ഈ വൻതുക ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നതാണ് ദുഃഖകരമായ അത്ഭുതം. എന്നിട്ടും മക്കളെ രക്ഷിക്കാൻ പറ്റിയാൽ മതി എന്നാണ് പാവങ്ങളായ ഈ അച്ഛനമ്മമാർ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. ഇവരുടെ അയൽക്കാരും ഇവരെ പോലെ തന്നെ സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്നവരായതുകൊണ്ട് ആൾ സഹായമല്ലാതെ മറ്റൊരു സഹായവും ആരിൽ നിന്നും പ്രതീക്ഷിക്കാനാവാത്ത അതീവ കഷ്ടാവസ്ഥയിലാണ് ഈ കുടുംബം. ഈ നാട്ടിലുള്ള എല്ലാവരും 10 രൂപ 5 രൂപ 10 രൂപ വെച്ച് ഇങ്ങനെ സഹായം കൊടുക്കും. ഇവിടുന്ന് RCC പോകണമെങ്കിൽ ഓട്ടോ കൂലി ഇവിടുന്ന് RCC വരെ പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയും 100 രൂപ ഒരു ദിവസം വേണം വണ്ടിക്ക്. 100 രൂപ തികയത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരണമെങ്കിൽ പറ്റത്തില്ല. പക്ഷെ ഈ കൊച്ചിനെ കൊണ്ടുപോകുമ്പോൾ ഈ കൊച്ചാണെങ്കിൽ വഴിയിൽ എല്ലായിടത്തും ഇപ്പൊ ഈ അസുഖം വന്നതിന് ശേഷം എന്തും വാവിട്ട് ചോദിക്കും. വിശന്ന് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലടുത്ത് കച്ചവടമുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ രാവിലെ ചെന്ന് വിശന്ന് എന്തെങ്കിലും തരാൻ വേണ്ടി പറയും കൊച്ച്. തള്ളേരെ കണ്ണ് വെട്ടിച്ചായിരിക്കും പോണത്. തള്ളേർക്ക് എങ്ങനെയെങ്കിലും ഒന്നില് ടോയ്ലറ്റിൽ പോകണം അല്ലെങ്കിൽ എവിടെയും പോകണമെങ്കിൽ കൊച്ചു വിശന്ന് അത്ര അവസ്ഥയാണ് ഇവർക്ക്. എന്ന് വെച്ചാൽ ഒരു നിവർത്തിയില്ല. തന്റെ സുഖമില്ലാത്ത ആളാണ്. സ്റ്റോണിന്റെ അസുഖം ഉണ്ടായിരുന്നു. 6 മാസം ചികിത്സയിലായിരുന്നു. ഇതിന്റെ മൂത്ത കൊച്ചിന് പനി വന്നാൽ ഉടനെ ജന്നി വരും. ജന്നി വന്നു കഴിഞ്ഞാൽ ഉടനെ അതിനെ SIT കൊണ്ടുപോയി അവിടുത്തെ ചികിത്സ ചെയ്യണം. അതും പ്രസവിച്ച് 1.5 വയസ്സോ 1 വയസ്സിന്റെ ഉള്ളപ്പോൾ വന്ന അസുഖമാണ്. ഇതുവരെ ആ കൊച്ചിന് അസുഖം മാറിയിട്ടില്ല. പക്ഷെ യാതൊരുവിധ നിവൃത്തിയില്ല. എല്ലാ നാട്ടുകാരുടെ ഒരു സഹകരണം ഈ കൊച്ചിന് വേണം. എന്തെന്ന് വെച്ചാൽ നല്ല വസ്ത്രം പോലും ഈ കുട്ടിക്കില്ല. സാധാരണ നാളെ ആ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയി ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് എന്റെ വീട്ടിൽ വന്നൊരു ഡ്രസ്സ് ചോദിച്ചു. അങ്ങനെ ഞാൻ ചെന്ന് അടുത്ത വീട്ടിൽ ചെന്ന് ഈ കൊച്ചിന്റെ പരുവത്തിലുള്ള ഒരു കൊച്ചിന്റെ ഡ്രസ്സ് പോയി വാങ്ങിച്ച് ആ ഡ്രസ്സ് ഇട്ടാണ് ഈ കുട്ടിയെ കൊണ്ട് ആശുപത്രി പോയത്. അത്രയ്ക്ക് നിവൃത്തിയില്ല. എനിക്ക് പറയുമ്പോൾ തന്നെ വാക്കുകളില്ല. അത്ര വിഷമമുണ്ട് ഈ കുടുംബത്തില്. രോഗങ്ങളെ പറ്റിയോ ഈ ലോകത്തെ പറ്റിയോ ഒന്നും അറിയാത്ത ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കാണാൻ നമുക്ക് കഴിയണം. അപ്പോഴേ നിത്യദുഃഖത്തിന്റെ ചുഴിയിൽപ്പെട്ടു വലയുന്ന ഈ കുടുംബത്തെ കരകയറ്റാൻ കഴിയൂ. ചികിത്സിക്കാൻ ഇപ്പൊ തന്നെ 60,000 രൂപ വരെ അവർക്ക് തീർന്നു. പക്ഷെ ഇനിയും കുറെ രൂപ, ഒരു 5 ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ ഈ കുട്ടിയെ ചികിത്സിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നുവെച്ചാൽ എഴുതി കൊടുക്കുന്ന മരുന്നിന് തുമ്പ് കൊണ്ടുവച്ച് വീട്ടിൽ ഇരുന്ന് കരയും കൊച്ചിന് മരുന്നെടുക്കാതെ. തന്തേനാണെങ്കിൽ വിക്കുള്ള ഒരു പാർട്ടിയാണ്, സുഖമില്ലാത്ത ഒരാളുമാണ്. അയാൾ കൊത്തമ്പണിക്ക് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ കൊത്തമ്പണിക്ക് പോകുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഈ കുട്ടിയെ കൊണ്ട് ആശുപത്രി പോയി ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഇവര് ജീവിക്കുന്നത്. ഈ കോളനിയിലുള്ള എല്ലാം പാവങ്ങളാണ്. പക്ഷെ ആർക്കും ഇത്രയും കാലം 1.5 മാസം വരെ എല്ലാവരും സഹായിച്ചു. അങ്ങനെ ഇവർ തുടർച്ചയായിട്ട് സഹായിക്കാനൊക്കെ ആർക്കും തന്നെ ഒരു നിവൃത്തിയില്ല. പക്ഷെ എങ്കിൽ നല്ലവരായ എല്ലാ നാട്ടുകാരും ഈ പ്രോഗ്രാം കണ്ട് ഈ കുട്ടിയുടെ ചികിത്സയ്ക്കായി സഹായിക്കണമെന്ന് ഞാൻ എല്ലാവരോടും താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. RCCയില്
5 വർഷം കൊണ്ട് ഇവനെ ചികിത്സിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പം 1.5 മാസമായി ഇവനെ ചികിത്സിക്കണം. ഒന്നരയോടം കൊണ്ട് പോകുമ്പോഴും 6,000-7,000 രൂപ ആവും മരുന്നെടുക്കാൻ വേണ്ടി. പിന്നെ ഇവിടുത്തെ ഈ കോളനി ലക്ഷംവീട്ടിലുള്ള എല്ലാവരും ഓരോ അരിയും പിന്നെ ചിലപ്പോഴൊക്കെ 50 രൂപ 100 രൂപ തരും. എന്നാലും അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. എന്റെ പിള്ളേക്ക് മരുന്ന് വാങ്ങിച്ചെടുക്കാണ്ട നിവൃത്തി പോലും ഇതുവരെ ഇല്ല. ഇനി നാളെ ആശുപത്രിക്ക് പോകുമ്പോഴും ഇവ 8,000 രൂപ വേണമെന്ന് പറഞ്ഞു. അത് പൈസ പോലും ഇതുവരെയും ഒന്നും എത്തിയിട്ടില്ല. എല്ലാം ആയ നാട്ടുകാരും എന്റെ കുഞ്ഞിനെ താഴ്മയായിട്ട് രക്ഷിക്കണം. പിന്നെ എന്റെ പിള്ളേരുടെ ജീവൻ എല്ലാവരുമായിട്ട് അങ്ങ് രക്ഷിക്കണം. മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കാണാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. ഈ കുടുംബത്തെ സഹായിക്കാൻ സന്നദ്ധരായിട്ടുള്ളവർ ഈ കാണുന്ന വിലാസത്തിൽ നിങ്ങളുടെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക. സതീഷ് കുമാർ, TC 39/1964, കരിമഠം കോളനി, ചാല, തിരുവനന്തപുരം. അക്കൗണ്ട് നമ്പർ 0820101031. ഫോൺ 9645228679. ഈ കുടുംബത്തിന് അരി സംഭാവന നൽകിയവർ താലം ജുവലേഴ്സ്, സാട്ടിയം ജ്വല്ലറി, തിരിസ് മൊബൈൽ, ഗേൾ ബ്യൂട്ടി ഷോപ്പ്, ബ്യൂട്ടി പാർലർ, ദേവി ഡ്രൈവിംഗ് സ്കൂൾ. ഇതുപോലെ ഒരു കുടുംബത്തെ നിങ്ങൾക്കും പരിചയമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അടുത്ത ആഴ്ച മറ്റൊരു കുടുംബത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ.